UDF സ്ഥാനാർത്ഥിയുടെ ബോർഡുകളും പോസ്റ്ററുകളും നശിപ്പിച്ചതിനെ തുടർന്ന് പോലീസ് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. ഈഴത്തിരുത്തി ഗവൺമെന്റ് ITIക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന UDF സ്ഥാനാർത്ഥി KP നൌഷാദ് അലിയുടെ ഫ്ലക്സ് ബോർഡുകളും നിരവധി പോസ്റ്ററുകളും നശിപ്പിച്ചതിനെ തുടർന്നാണ് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെ യോഗം പോലീസ് വിളിച്ചു ചേർത്തത്. തെരഞ്ഞെടുപ്പ് സമാധാന അന്തരീക്ഷത്തിൽ നടത്തുന്നതിന് ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. എന്നാൽ തങ്ങളുടെ അറിവോടെ ആരും ഇത്തരം കൃത്യങ്ങൾ ചെയ്തില്ലെന്ന് പ്രതിനിധികൾ ഉറപ്പു നൽകി. പോസ്റ്ററുകൾ നശിപ്പിച്ച സംഭവത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അപലപിച്ചു. സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നതിന് വേണ്ടി സാമൂഹ്യദ്രോഹികൾ നടത്തുന്ന ഇത്തരം പ്രവൃത്തികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഒരിക്കലും CPMന്റെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല എന്നുണ്ടെങ്കിൽ നേതൃത്വം നൽകി ഞങ്ങൾ ഉറപ്പ് തരും. അങ്ങനെ ഉണ്ടായില്ല. ഇനി വേറെ വിഷയം പറയാം. ഞങ്ങൾ അവിടെ ഞങ്ങളുടെ പ്രവർത്തകർ CPMന്റെ കുറച്ച് പ്രവർത്തകർ അവിടെ കമ്മിറ്റി പോസ്റ്റ് വെച്ചിട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ ആ ഭാഗത്ത് പാകുന്നു അത് ഒട്ടിച്ചതിൻ്റെ തലേ ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ എവിടെ പരാതി കൊടുക്കുക? കാരണം കുട്ടികൾ ചെയ്തായിരിക്കും, അല്ലെങ്കിൽ കാരണം രാഷ്ട്രീയ ബോധമുള്ള ഒരാൾ ചെയ്യില്ല. കുട്ടികളായിരിക്കും ചെയ്യില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ വേണ്ട, പരാതി കൊടുക്കണ്ട. കാരണം പോസ്റ്റ് ഒന്ന് കീഴാൻ നമുക്ക് രണ്ടെണ്ണം കറുപ്പിക്കാം, അത്രേ ഉള്ളൂ. അത് അവരെത്രത്തോളം കീഴ്ക്കണം പ്രശ്നമില്ല, കാര്യമില്ല. ഞങ്ങൾ പരാതി പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടെങ്കിലും സമാധാനമായി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെ ഇലക്ഷൻ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും സ്മൂത്തായിട്ട് നടക്കണമെന്നാണ് BJP ആഗ്രഹിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺഗ്രസിൻ്റെ ഫ്ലെക്സ് ബോർഡുകൾ UDFൻ്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതായിട്ടുള്ള പരാതി സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ട്. ചമ്മർവട്ടത്തും അതുപോലെ തന്നെ കടവനാടും എന്നീ സ്ഥലങ്ങളിലാണ് നിലവിൽ ഇപ്പോൾ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ തുടർന്നും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ആ പ്രവണത ഉണ്ടാകുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ആയാലും മറ്റ് സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി പൊന്നാനി പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കാര്യം എല്ലാ പൊതുജനങ്ങളെയും അറിയിക്കുകയാണ്. പെട്രോളിംഗ് ഇപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ വളരെ ശക്തമായിട്ട് തന്നെ നടത്തുന്നുണ്ട്. വെളിയങ്കോട്, പൊന്നാനി താലൂക്ക് ഹോസ്പിറ്റൽ ഏരിയ, കോടതിപ്പടി ആ ഭാഗങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ കടവനാട് ചമ്മരോട്ട ജംഗ്ഷനിലാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. രാത്രി ശക്തമായ പെട്രോളിംഗ് ഏരിയയിൽ എന്തായാലും ഉണ്ടായിരിക്കും. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.